ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കുട്ടി കമൻറ്റിലൂടെ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആൻസർ പറയാൻ വേണ്ടിയിട്ടാണ്. അതായത് ഡോക്ടറെ 9ാം മാസത്തെ സ്കാനിങ്ങിൽ പൊക്കിൾക്കൊടി ചുറ്റിയിട്ടുണ്ട്. അപ്പോൾ രണ്ട് ഉമ്മമാരും പറഞ്ഞത് കേൾക്കാഞ്ഞിട്ടാണ്, കിടന്ന് ഉരുണ്ടിട്ടാണ്, മലർന്ന് കിടന്നിട്ടാണ്. പിന്നെ യൂട്യൂബിൽ നോക്കിയപ്പോൾ പറയുന്നത് കുട്ടീൻ്റെ അനക്കം കൂടുതലായിട്ടാണ്. ഓക്കെ, അപ്പോൾ ഈ ഉമ്മമാരോടും അമ്മായിയമ്മമാരോടും പിന്നെ ജ്യേഷ്ഠത്തികളോടും നാട്ടുകാരോടും അയൽവക്കക്കാരോടും വീട്ടുകാരോടും ഒക്കെ പറയാനുള്ളത്, കുട്ടീൻ്റെ പൊക്കിൾക്കൊടി ചുറ്റുന്നത് അമ്മയുടെ തെറ്റല്ല, ഓർക്കുക. ഓക്കെ, പൊക്കിൾക്കൊടി ചുറ്റി എന്ന് പറയുമ്പോൾ നിങ്ങൾ ഡോക്ടറെ മാറ്റി കാണിക്കാനും സംശയം ചോദിക്കാൻ പല ഡോക്ടറുടെ അടുത്തും ഓടി നടക്കേണ്ട ആവശ്യമില്ല. പൊക്കിൾക്കൊടി ചുറ്റുന്നത് സാധാരണ ഒരു സംഭവമാണ്. അതായത് അത് കുട്ടി തിരിഞ്ഞ് മറിഞ്ഞ് കിടന്നിട്ടാണ്. കുട്ടീൻ്റെ അടുത്താണ് പൊക്കിൾക്കൊടിയുള്ളത്, അമ്മൻ്റെ അടുത്തല്ല. പൊക്കിൾക്കൊടി ചിലപ്പോൾ കാലിലോ കയ്യിലോ കഴുത്തിലോ ഒക്കെ ചുറ്റിയെന്നിരിക്കും. അടുത്ത ദിവസം ചിലപ്പോൾ ഇതൊക്കെ അഴിഞ്ഞു പോയെന്നും ഇരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അമ്മയെ കുറ്റപ്പെടുത്തരുത്. ഓക്കെ, പിന്നെ പൊക്കിൾക്കൊടി എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കും പോലെ റബ്ബർ ബാൻഡോലോ കയറ് പോലെയോ ഒന്നുമല്ല. അതായത് കഴുത്തിൽ ചുറ്റിയെന്ന് വെച്ചിട്ട് അപകടം സംഭവിക്കും, ഉടനെ തന്നെ അപകടം സംഭവിക്കും, അല്ലെങ്കിൽ ഓപ്പറേഷൻ തന്നെ വേണ്ടിവരും, അങ്ങനെയൊന്നുമല്ല. പൊക്കിൾക്കൊടിയിൽ 3 രക്തക്കുഴലുണ്ട്. ഈ 3 രക്തക്കുഴലും നല്ല വെൽ പാക്ഡാണ്. അതായത് ഇതിൻ്റെ അകത്ത് ജെല്ല് പോലുള്ള ഒരു സാധനം നിറച്ചിട്ടാണ് ഈ പൊക്കിൾക്കൊടി ഉണ്ടാക്കിയിട്ടുള്ളത്. പൊക്കിൾക്കൊടിയിലെ രക്തക്കുഴലുകൾ അമർന്നു പോവുക എന്ന് വെച്ചാൽ വളരെ റെയറായിരിക്കും. ആ റെയർ സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പൊക്കിൾക്കൊടിയുടെ നീളത്തിൻ്റെ കുറവ് കൊണ്ട് ചിലപ്പോൾ ഒരു ചുറ്റി ചുറ്റിയിട്ടുണ്ടെങ്കിൽ തന്നെ അത് ടൈറ്റായി മുറുകിപ്പോയെന്നിരിക്കും. അതുപോലെ തന്നെ വെള്ളം കുറവുണ്ടെങ്കിലും പൊക്കിൾക്കൊടി അമരാൻ സാധ്യതയുണ്ട്. പിന്നെ 3ഓ 4ഓ പ്രാവശ്യമൊക്കെ ചുറ്റിയിട്ടുണ്ടെങ്കിൽ തന്നെ കുട്ടിക്ക് ഇറങ്ങി വരാൻ ബുദ്ധിമുട്ടാകുമ്പോൾ ചിലപ്പോൾ കുട്ടീൻ്റെ മിടിപ്പ് കുറയാനും ഡിസ്ട്രസ്സിൽ പോകാനും സിസേറിയൻ ആവാനും സാധ്യതയുണ്ട്. പിന്നെ ചിലതിലുണ്ട് ട്രൂ നോട്ട് എന്ന് പറയും. ട്രൂ നോട്ട് എന്ന് വെച്ചാൽ ഇതുപോലുള്ള കെട്ടുകളൊക്കെ വീഴുകയാണെങ്കിൽ ചിലപ്പോൾ മുറുകിപ്പോയെന്നിരിക്കാം. ഇതൊക്കെ വളരെ റെയർ ആയിട്ടുള്ള അപകടങ്ങളാണ്. ഓക്കെ, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ മാത്രമേ സിസേറിയൻ്റെ ആവശ്യം വരുള്ളൂ. 5 കേസ് സ്കാൻ ചെയ്യുകയാണെങ്കിൽ മിക്കവാറും ഒരു 3 കേസിലും പൊക്കിൾക്കൊടി ചുറ്റിയതായിട്ട് കാണപ്പെടും. അപ്പോൾ എല്ലാ പൊക്കിൾക്കൊടി ചുറ്റിയ കേസും സിസേറിയനിൽ ചെന്ന് അവസാനിക്കും എന്നൊന്നുമില്ല. വിഭ്രാന്തി വേണ്ട. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ കർശനമായ ഗർഭിണിയോട് പറയലുണ്ട്, ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിലോട്ട് മാറുമ്പോൾ എണീറ്റിരുന്ന് സ്ട്രെയിറ്റായി ഇരുന്നിട്ട് മറ്റേ സൈഡിലോട്ട് പോകാൻ പാടുള്ളൂ എന്നൊക്കെ. ഇതൊക്കെ ശരിക്കും ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ്. ഇതിലൊന്നും തന്നെ ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു എവിഡൻസും ഇല്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ഇനി ഗർഭിണിയെ കുറ്റപ്പെടുത്തൽ നിർത്തുക. ഓക്കെ, താങ്ക് യു സോ മച്ച്.